എന്നാൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി പൂവാർ തിരുപുരം പഞ്ചായത്ത് സംഘടിപ്പിച്ച മേളയ്ക്കിടെ താൽക്കാലിക പാലം തകർന്നു വീണു. 7 പേരെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഒരാളുടെ നില ഗുരുതരമാണ്. നെയ്യാറ്റിൻകര പുത്തൻകടയിൽ കാഞ്ഞിരംകുളം ബൈപ്പാസിന് സമീപത്താണ് അപകടമുണ്ടായത്. AV ജയശങ്കർ സംഭവസ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, ഈ പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണെന്ന് പറയുന്നു. ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ അവിടെ ഒരു പ്രതിഷേധം ഈ പാലം തകർന്നതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നുവെന്ന് മനസ്സിലാക്കുന്നു പ്രദേശവാസികളുടെ ഭാഗത്തു നിന്ന്. എന്താണ് അതിൻ്റെയൊക്കെ വിവരങ്ങൾ, ജയശങ്കർ? റിജിത്ത്, പാലം തകർന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ കൂടി നിന്ന ചില ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടു. പിന്നാലെ പോലീസ് എത്തി ആളുകളെ ശാന്തരാക്കി. നിലവിൽ ഇവിടെ സംഘർഷ സാധ്യത ഒന്നും തന്നെ ഇല്ല. ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചൊരു പാലമാണ് അധികം ആളുകൾ കയറിയോടുകൂടി തകർന്നത്. നാട്ടുകാരെല്ലാം നമ്മോട് പറഞ്ഞതനുസരിച്ച് ബലം തീരെയില്ലാത്ത പട്ടികയും മറ്റും ഉപയോഗിച്ചാണ് ഈ പാലം നിർമ്മിച്ചത്. അതാണ് പെട്ടെന്നൊരു അപകടത്തിന് കാരണം. എന്തായാലും ആളുകൾ 7ഓളം പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗുരുതരമായ പരിക്ക് ഒരാൾക്കുണ്ടെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അതിനപ്പുറം അത്ര വലിയ പരിക്ക് ഇല്ല. ഏകദേശം ജീവന് ആപത്തില്ല എന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും മറ്റും ലഭ്യമാകുന്ന വിവരം. ആളുകൾക്ക് കൃത്യമായ ചികിത്സ നൽകുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ആളുകളുടെ ചികിത്സയെല്ലാം തന്നെ പഞ്ചായത്ത് സൗജന്യമായി ഏറ്റെടുത്ത് നടത്തും. തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലും ഒപ്പം മെഡിക്കൽ കോളേജിലെയും മുഖ്യമെല്ലാം കുറച്ചധികം പരിക്കുള്ള ആളുകളെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്തായാലും കൃത്യമായിട്ടുള്ള ഈ വിഷയത്തിലൊരു അന്വേഷണം എന്തായാലും പഞ്ചായത്ത് നടത്തുമെന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. നിലവിൽ ഇവിടെ നാട്ടുകാരും മറ്റും കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലെല്ലാം കണ്ട പോലെ ഒരുപാട് ആളുകൾ പെട്ടെന്നൊരു പാലത്തിലേക്ക് കയറിയപ്പോൾ ഉണ്ടായ ഒരു അപകടമാണ്. ഈ അപകടത്തിൽ വലിയ രീതിയിലുള്ള പരിക്കുണ്ടായില്ല എന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. നിരവധിയായിട്ടുള്ള നാട്ടുകാർ ഇപ്പോഴും ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. അവരെല്ലാം പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും അധികം ആളുകൾ ഒരേ സമയം ഈ പാലത്തിൽ പ്രവേശിച്ചപ്പോൾ ഉണ്ടായ ഒരു അപകടമാണ്. എന്തായാലും അപകടത്തിൽ ഒരുപാട് പേർക്ക് പരിക്ക് സംഭവിച്ചില്ല എന്നുള്ളത് തികച്ചും ആശ്വാസകരമായ ഒരു കാര്യമാണ്. റിജിത്ത്, ശരി. AV ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് താൽക്കാലിക പാലം തകർന്നു വീണാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. നെയ്യാറ്റിൻകര പുത്തൻകടയിൽ കാഞ്ഞിരംകുളം ബൈപ്പാസിന് സമീപത്താണ് അപകടം.